Hello all, welcome to Concepts. അപ്പോൾ നമ്മൾ ഇന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് നമ്മുടെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ PSCയുടെ കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ സിലബസും അതിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 3/4/2021 ലാസ്റ്റ് ഡേറ്റ് 5/5/2021 ആയിരുന്നു. അപ്പോൾ 2021 ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 75/2021 ആണ്. അപ്പോൾ ജനറൽ കാറ്റഗറി ആണ്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ വേക്കൻസി ആണ്. വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. പേരെന്ന് പറഞ്ഞാൽ എന്താണ്, നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ക്വാളിഫിക്കേഷനൊക്കെ നമുക്കിനിപ്പോൾ നോക്കാം. ഓക്കെ, ഇനി സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോൾ 10,405 മുതൽ 24,245 വരെയാണ് അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ ഏകദേശം കയ്യിൽ ഒരു 12-14 ഒക്കെ ആ റേഞ്ചിലായിരിക്കും കിട്ടുക. വിത്ത് HRA ബാക്കി അലവൻസസ് ഒക്കെ കൂടെ വരുമ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ മന്ത്ലി കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ OMR എക്സാം വഴി ആണ്, ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ്. പിന്നെ ഏജ് 18 to 40 ആണ്. അപ്പോൾ ഓൺലി കാൻഡിഡേറ്റ്സ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ കാറ്റഗറി വൈസ് അവരവരുടെ റിസർവേഷൻസ് ഒക്കെ ബാധകമാണ്. 18 മുതൽ, ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഈ പറയുന്നത്, 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് SSLC പാസും അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ, SSLC പാസിന് തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ ITI, NAC, NTC ഇൻ ഇലക്ട്രോണിക്സ്, ഇതിലേതെങ്കിലും ഇലക്ട്രോണിക്സിൽ ഒന്നുകിൽ ITI സർട്ടിഫിക്കറ്റ്, NAC ഓർ NTC ഇൻ ഇലക്ട്രോണിക്സ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയ ഡിപ്ലോമ, അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇക്വലൻസി വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ്റെ കാര്യമാണ് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെയൊക്കെ PSC അപ്ലൈ ചെയ്തവർക്കറിയാം. അതിൻ്റെ കൺഫർമേഷൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഡേറ്റ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു PSCയുടെ സൈറ്റിൽ. സോ 21/1/2022 നമുക്കിതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുക. അപ്പോൾ ഏകദേശം നമുക്ക് 2 ആഴ്ചയ്ക്ക് മുന്നേ ആയിരിക്കും അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ. അപ്പോൾ ഫെബ്രുവരിയിൽ വേണം നമുക്ക് ഇതിൻ്റെ ഒരു എക്സാം പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും ഇതിൻ്റെ ഒരു എക്സാം വരുന്നത്. അപ്പോൾ നമുക്കിൻ്റെ സിലബസ് നോക്കാം. സോ സിലബസിൽ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് 10 കാറ്റഗറി ആയിട്ട് സിലബസ് വൈഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനും മാർക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മാർക്ക് ഇതേപോലെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ PSC എല്ലാ എക്സാംസിനും ഇതുപോലെ മാർക്ക് ഡിവിഷൻ വരുന്നുണ്ടെങ്കിലും ചില പോർഷൻസിൽ നിന്ന് PSC അധികം മാർക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് 4 മാർക്ക് എന്ന് പറഞ്ഞാൽ 4 മാർക്ക് ഇതിൽ നിന്ന് വരണം എന്നൊരു നിർബന്ധമില്ല. എന്നിരുന്നാലും മാക്സിമം 4 മാർക്ക് വരെ വരാം. ഇനി 4 അല്ല 10 മാർക്ക് വരെ ചിലപ്പോൾ ഇതിൽ നിന്ന് വന്നെന്നും ഇരിക്കാം. നമുക്കതൊന്നും ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. സോ നിങ്ങൾ മാർക്കിൻ്റെ ബേസിക്സിൽ ഒരു ഏകദേശം ഐഡിയ വെച്ചേക്കുക. എന്നിരുന്നാലും എന്താ, അത്രയും തന്നെ 4 ക്വസ്റ്റ്യൻസേ വരാവുള്ളൂ എന്നുള്ളൊരു കട്ട് ആൻഡ് റൈറ്റ് റൂളൊന്നുമില്ല. ഓക്കെ, സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്കുപേഷണൽ ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. ഇതിൽ ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഫസ്റ്റ് എയ്ഡ് ഫോർ ഇലക്ട്രിക് ഷോക്ക്, പിന്നെ ഓക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. നമ്മുടെ സിലബസിൽ ഓരോ വേർഡും എടുത്തു വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കുക എന്നുള്ളതാണ് ഏതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ടൈപ്സ് ഓഫ് ഫയർ എടുക്കുക, ഫയറിൻ്റെ ടൈപ്സ് എന്താണെന്ന് അറിയുക, ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുക. അടുത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എടുക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എന്താണെന്നൊക്കെ നോക്കുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഓരോ വേർഡ് ബൈ വേർഡ് നിങ്ങൾ പഠിക്കുക.
ഓക്കെ, 4 മാർക്കിനാണ് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ കോമൺ ഹാൻഡ് ടൂൾസ് ആൻഡ് യൂസസ് ആണ്. കോമൺ ഹാൻഡ് ടൂൾസിൽ വരുന്നത് കോമൺ ഹാൻഡ് ടൂൾസിന്റെ സ്പെസിഫിക്കേഷനും ആൻഡ് യൂസസും പിന്നെ മെയിൻ്റനൻസ് ഓഫ് കോമൺലി യൂസ്ഡ് ഹാൻഡ് ടൂൾസ്. എന്തൊക്കെയാണ് 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്: സ്പെസിഫിക്കേഷൻസ്, യൂസസ് ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, ഇത് 2 മാർക്കിനാണ്. അപ്പോൾ മൊത്തം 6 മാർക്കിനാണ് ഈ 2 സെക്ഷനിൽ നിന്ന് വരുന്നത്. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബേസിക് ടേംസ് ആണ്. ബേസിക് ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഇലക്ട്രിക് ചാർജസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ബേസിക്സ് ഓഫ് AC ആൻഡ് DC. ഇത്രയിൽ നിന്ന് 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ 8 മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതുമാണ്. കാരണം ബേസിക് ടേംസ് ആണ്. ഏകദേശം എല്ലാ കുട്ടികൾക്കും വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന പോർഷൻസ് ആണിത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ആറ്റം ആണ്, പിന്നെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രിക് ചാർജ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ ആറ്റമിൻ്റെ യൂണിറ്റ് അല്ല, ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ്, ഇലക്ട്രിക് ചാർജിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിൻ്റെ യൂണിറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ഡയറക്റ്റ് കറണ്ട് DC എന്താണ്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസും നിങ്ങൾക്കറിയാം, അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് വേരിയസ് ടേംസ് സച്ച് ആസ് പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിൾ. അപ്പോൾ നമ്മുടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടോ വോൾട്ടേജ് വേവ് ഫോമോ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് സൈക്കിൾ എന്താണ്, നെഗറ്റീവ് സൈക്കിൾ എന്താണ്, അതിൻ്റെ ക്രസ്റ്റ് എന്താണ്, ട്രഫ് എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, ടൈം പീരീഡ് എന്താണ്, പിന്നെ RMS വാല്യൂ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതെന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, പിന്നെ പീക്ക് വാല്യൂ, അതായത് ഒരു വോൾട്ടേജ് സിഗ്നലാണ് എടുക്കുന്നതെങ്കിൽ, നമ്മുടെ AC സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു സൈൻ വേവ് ആയിരിക്കും. അപ്പോൾ AC സിഗ്നലിൻ്റെ വോൾട്ടേജ് സിഗ്നലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പീക്ക് വാല്യൂ എന്താണ്, അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണ് എന്നൊക്കെ അറിഞ്ഞിരിക്കുക. RMS വാല്യൂ എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ടൈം പീരീഡ് എന്താണ്. അപ്പോൾ ഒരു AC സിഗ്നൽ എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കാം. പിന്നെ ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. വയേഴ്സ് ആൻഡ് കേബിൾസിൻ്റെ ഏതൊക്കെ ടൈപ്പിലുള്ള വയേഴ്സും കേബിൾസും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് വയർ ഗേജ്, SWG എന്ന് പറയുന്നതാണ്. സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്താണ്. ഓക്കെ, പിന്നെ വരുന്നത് ഓംസ് ലോ, വളരെ ഇമ്പോർട്ടൻ്റ്. ഓംസ് ലോയും കിർച്ചോഫ്സ് ലോയും അറിഞ്ഞിരിക്കും. ഓംസ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, V = IR. അതിന് ആ ഇക്വേഷനും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡെഫിനേഷൻസും അതിൻ്റെ ഒരു ഗ്രാഫും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ കിർച്ചോഫ്സ് ലോ എന്താണെന്നും അറിഞ്ഞിരിക്കുക. ഈ ഇത്രയും സെക്ഷൻ, ഈ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിനാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഈ ഒരു സെക്ഷൻ തന്നെ ആയിരിക്കണം. 3 മാർക്കിൻ്റെ മൂന്നാമത്തെ സെക്ഷൻ തന്നെ ആയിരിക്കണം. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, 4ാമത്തെ സെക്ഷൻ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ആണ് 4ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ കുറേ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ലൈക്ക് മീറ്റർ, വോൾട്ട് മീറ്റർ, മൾട്ടിമീറ്റർ, MC ആൻഡ് MI മീറ്റേഴ്സ്. അപ്പോൾ ഈ 5 1 2 3 4 5 അല്ലേ, 5 ഇൻസ്ട്രുമെന്റ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ സ്പെസിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ യൂസസ് ഓഫ് കോമൺലി യൂസ്ഡ് ഇലക്ട്രിക്കൽ ആൻഡ് യൂസസും അറിഞ്ഞിരിക്കണം. സ്പെസിഫിക്കേഷനും ആണ് ഇവർ പറഞ്ഞേക്കുന്നത്. എന്നിരുന്നാലും അമ്മീറ്റർ എടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കുക, അതിൻ്റെ വർക്കിംഗ് പഠിക്കുക. ഓക്കെ, അങ്ങനെ ഒരു എല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കണം. സ്പെസിഫിക്കേഷനും യൂസസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, 4 മാർക്കിനാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ ചെറിയൊരു ടോപ്പിക് ആയത് കാരണം തന്നെ പെട്ടെന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 4 മാർക്കായിരിക്കും ഇതെന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സെൽസും ബാറ്ററീസും. വരുന്നത് എന്താണ്, കൺസ്ട്രക്ഷൻ ഓഫ് സെൽസ് ആൻഡ് ബാറ്ററീസ്, പിന്നെ ടൈപ്സ് ഓഫ് പ്രൈമറി സെക്കൻഡറി സെൽസ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, മെറ്റീരിയൽ യൂസ്, സ്പെസിഫിക്കേഷൻസ് ഓഫ് സെൽസ് ആൻഡ് ബാറ്ററീസ്. ഓക്കെ, ഓരോന്നിൻ്റെ സ്പെസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആംപിയർ അവർ കപ്പാസിറ്റി, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് ബാറ്ററീസ് ആൻഡ് പർപ്പസ് ഓഫ് സച്ച് കണക്ഷൻസ്. സീരീസും പാരലൽ കോമ്പിനേഷൻ ഓഫ് ബാറ്ററീസിൻ 2 കണക്ഷനും അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ പർപ്പസ്, എന്തിനാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തിനാണ് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ അറിഞ്ഞിരിക്കാം. അപ്പോൾ സെൽസിൽ നിന്നും ബാറ്ററീസിൽ നിന്നും 4 മാർക്കിനാണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ നിന്നും സെൽസ് ആൻഡ് ബാറ്ററീസിൽ നിന്നും മൊത്തത്തിൽ 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇനി വരുന്നതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ്
ഓക്കെ, ഇനി വരുന്നതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, 10 മാർക്കിനാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഞാനൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കവർ ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് കവർ ചെയ്യേണ്ടത് ഈ ഒരു പോർഷനാണ്. ഇതിൽ നിന്ന് 10 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ മൊത്തം 18 മാർക്ക് നമ്മൾ മാർക്ക് ബേസിസിൽ കവർ ചെയ്ത് പോകാം. വെയിറ്റേജ് ചെയ്തതിനാണോ കൂടുതലുള്ളത് അത് നമ്മൾ കൂടുതൽ കവർ ചെയ്താൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ 10 മാർക്കിന് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ആക്റ്റീവ് പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസ് ആയിട്ട് റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ്, അത് മൂന്നുമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റെസിസ്റ്റേഴ്സ്, ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്, അതിൻ്റെ കൺസ്ട്രക്ഷൻസ്, അതിൻ്റെ യൂസ്, പിന്നെ കളർ കോഡിങ്ങും പവർ റേറ്റിംഗും റെസിസ്റ്ററിന്, പിന്നെ ഇക്വലന്റ് റെസിസ്റ്റൻസ്, സീരീസും പാരലൽ സർക്യൂട്ട്സിലെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ആ ഫോർമുലാസും അതിൻ്റെ ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് വെച്ചുള്ള ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വി ആൻഡ് ഐ ഇൻ സീരീസ് ആൻഡ് പാരലൽ, അതായത് എന്താ, നമ്മുടെ വോൾട്ടേജും കറണ്ടും സീരീസ് കണക്ഷൻസ് ആണെങ്കിൽ എങ്ങനെയാണ് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എങ്ങനെയാണ് അതിൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക, കറണ്ട് ഡിവിഷൻ എങ്ങനെയാണ് നടക്കുക. ഇനി പാരലൽ ആണെങ്കിൽ സെയിം തന്നെ, എങ്ങനെയാണ് അതിൽ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുക, എങ്ങനെയാണ് അവിടെ കറണ്ട് ഡിവിഷൻ നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇൻഡക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, പിന്നെ എത്ര ടൈപ്പ് ഇൻഡക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻസ്, സ്പെസിഫിക്കേഷൻസ്, ആപ്ലിക്കേഷൻസ്, പിന്നെ എങ്ങനെയാണ് എനർജി സ്റ്റോറിങ് നടക്കുന്നത്, ഇൻഡക്ടൻസിൽ എങ്ങനെയാണ് എനർജി സ്റ്റോറിങ് നടക്കുന്നത്. പിന്നെ സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, രണ്ട് ഇൻഡക്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻസും, അതിൻ്റെ ബിഹേവിയർ ഓഫ് ഇൻഡക്ടേഴ്സ് അറ്റ് ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ആകുമ്പോൾ ഇൻഡക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഹൈ ഫ്രീക്വൻസിയിൽ ഇൻഡക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ഇൻഡക്റ്റൻസിൻ്റെ എന്താണ് എക്സൽ എക്സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമല്ലോ, അതിൻ്റെ ഇമ്പിഡൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പഠിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഹൈ ഫ്രീക്വൻസിയിൽ ഇൻഡക്ടർ ബിഹേവ് ചെയ്യുക, ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ ഓപ്പൺ സർക്യൂട്ട് ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനും അറിഞ്ഞിരിക്കുക. ഇൻഡക്ടർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വലന്റ് ഇൻഡക്റ്റൻസ് എന്തായിരിക്കും, അതുപോലെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വലന്റ് ഇൻഡക്റ്റൻസ് എന്തായിരിക്കും എന്നൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യൂ ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷനും എന്താണ് ക്യൂ ഫാക്ടർ, അതിൻ്റെ കർവ് ഒക്കെ അറിഞ്ഞിരിക്കാം. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ കപ്പാസിറ്റൻസിൽ വരുമ്പോൾ അതിൻ്റെ റിയാക്ടൻസിൻ്റെ ഫോർമുല എക്സ് ഈക്വൽ ടു 1/2 എഫ് സി ആണ്. അപ്പോൾ ആ റിയാക്ടൻസിൻ്റെ ഫോർമുലയും അതിൻ്റെ സിഗ്നിഫിക്കൻസും അറിഞ്ഞിരിക്കുക. പിന്നെ ഇമ്പിഡൻസ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്, ഈ കപ്പാസിറ്ററിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ തന്നെ എന്താ വരേണ്ടത്, വേറെ കൺസ്ട്രക്ഷൻ അറിയണം, അതിൻ്റെ സ്പെസിഫിക്കേഷൻ അറിയണം, ആപ്ലിക്കേഷൻ അറിയണം. ഓക്കെ, ഇനി ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, കപ്പാസിറ്റൻസ് വരുമ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതറിയുക, എന്താണ് ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്നുള്ള കാര്യം അറിയുക. ഇനി സിഗ്നിഫിക്കൻറ്റ് ഓഫ് സീരീസും പാരലൽ കണക്ഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് അറിയുക, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഇനി കപ്പാസിറ്റർ ബിഹേവിയർ വിത്ത് എ സി ആൻഡ് ഡി സി, എ സിയിൽ എങ്ങനെ കപ്പാസിറ്റർ ബിഹേവ് ചെയ്യും, അത് എ സിനെ പാസ് ചെയ്യുമോ അത് ഡി സിനെ പാസ് ചെയ്യുമോ, അതിൻ്റെയൊക്കെ ബിഹേവിയർ അറിഞ്ഞിരിക്കുക. പിന്നെ കൺസെപ്റ്റ് ഓഫ് ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് എ ആർ സി സർക്യൂട്ട്. ഇനി കപ്പാസിറ്ററിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി എന്താണ് കോമ്പിനേഷൻ സർക്യൂട്ട്, അതായത് റെസിസ്റ്ററും കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ സർക്യൂട്ട് ആയിട്ടുള്ള ആർ സി സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, അത് അറിഞ്ഞിരിക്കണം. പിന്നെ കൺസെപ്റ്റ് ഓഫ് റെസണൻസ്, ആർ സിയിലും ആർ എൽ സർക്യൂട്ട് ആണെങ്കിലും ആർ എൽ സി സർക്യൂട്ട് ആണെങ്കിലും റെസണൻസും അതിൻ്റെ ഓരോ സർക്യൂട്ട്സിൻ്റെ ആപ്ലിക്കേഷനും, പിന്നെ ഇതെല്ലാം സീരീസ് ആയിട്ട് ആർ സി സീരീസ് സർക്യൂട്ട് ഉണ്ട്, അതുപോലെ ആർ സി പാരലൽ സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സീരീസിൻ്റെയും പാരലൽ സർക്യൂട്ടിൻ്റെയും റെസണൻസും ആപ്ലിക്കേഷനും ഒക്കെ അറിഞ്ഞിരിക്കാം. പിന്നെ വരുന്നത് മാഗ്നറ്റ് ആണ്. മാഗ്നറ്റും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിസം അറിഞ്ഞിരിക്കാം. പിന്നെ ട്രാൻസ്ഫോമേഴ്സ്, ടൈപ്സ് ഓഫ് കോഴ്സ് അറിഞ്ഞിരിക്കുക, ട്രാൻസ്ഫോമേഴ്സ് അറിഞ്ഞിരിക്കുക. ഇത്രയുമാണ് നിങ്ങളുടെ സിക്സ്ത് ഡിവിഷനായിട്ട് കൊടുത്തേക്കുന്നത് 10 മാർക്കിന്. ഓക്കെ, ഇവിടെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആക്റ്റീവ് കമ്പോണൻസ് ഒന്നും ഇതുവരെ കണ്ടില്ല, എല്ലാം പാസീവ് കമ്പോണൻസ് തന്നെയാണ് ഈ കണ്ടേക്കുന്നത് അല്ലേ. അപ്പോൾ ആക്റ്റീവ് കമ്പോണൻസ് അടുത്ത് വരുന്നതാണ്. സോ 7th സെക്ഷൻ, അപ്പോൾ ആക്റ്റീവ് കമ്പോണൻസ് 7th സെക്ഷൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 7th സെക്ഷനിലാണ് നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസും പിന്നെ കമ്പോണൻസ് സച്ച് ആസ് ഡയോഡ്സ്, സെനർ എക്സെട്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡയോഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതാണ്. സെമി കണ്ടക്ടർ സെക്ഷനാണ് ഈ 7th
സെക്ഷൻ. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട മൂന്നാമത് നമ്മൾ കവർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് 7th സെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ 8 മാർക്കിനാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 8 മാർക്ക്, പിന്നത്തെ 10 മാർക്ക്, പിന്നെ 8 മാർക്ക്, അപ്പോൾ മൊത്തം എത്രയായി? 26 മാർക്കായി അല്ലേ? അപ്പോൾ ഇങ്ങനെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. ഇതിൽ എന്താണ്? PN ജംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമി കണ്ടക്ടർ ബേസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സെമി കണ്ടക്ടർ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുക, PN ജംഗ്ഷൻ എങ്ങനെ ഫോം ചെയ്യുന്നു, ഫോർവേഡും റിവേഴ്സ് ബയാസിംഗ് ഓഫ് ഡയോഡ്സ് പഠിക്കുക, അതുപോലെ തന്നെ ഡയോഡിൻ്റെ സ്പെസിഫിക്കേഷനും, പിന്നെ അതിൻ്റെ നമ്മുടെ ക്യാര, അതിൽ ഫോർവേഡ് കറണ്ട് എന്താണ്, റിവേഴ്സ് കറണ്ട് ലീക്കേജ് കറണ്ട് എന്താണ്, അതുപോലെ റിവേഴ്സ് വോൾട്ടേജ് എന്താണെന്നൊക്കെ പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഡയോഡ് കഴിഞ്ഞിട്ടുള്ള സെക്ഷനാണ് റെക്ടിഫയർ. ഡയോഡ് വെച്ചിട്ടുള്ള കോമ്പിനേഷൻ സർക്യൂട്ടാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അറിഞ്ഞിരിക്കുക, ഹാഫ് വേവ്, ഫുൾ വേവ്, ബ്രിഡ്ജ്. ഇതിൻ്റെയൊക്കെ കമ്പാരിസൺ, മൂന്നിൻ്റെയും കമ്പാരിസൺ നന്നായിട്ട് പഠിക്കുക. അവരുടെ എഫിഷ്യൻസി, അതുപോലെ തന്നെ പിന്നെ റെക്ടിഫയർ കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണ് വരിക, ഒരു പവർ സപ്ലൈ വരുമ്പോൾ റെക്ടിഫയർ, പിന്നെ ഫിൽറ്റർ വരും. അപ്പോൾ റെക്ടിഫയർ കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഫിൽറ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ഫിൽറ്റർ സെക്ഷനാണ്. ഫിൽറ്റർ കമ്പോണൻസ് എല്ലും സിയും LC സെക്ഷനും ഒക്കെ പഠിക്കുക. പിന്നെ വരുന്നത് സെക്ഷൻ സി ആയിട്ട് ABC എന്ന് പറഞ്ഞ് മൂന്നായിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്. അതിൽ C ആയിട്ട് വരുന്നത് എന്താണ്? സെനർ ഡയോഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് ഈ സെനർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും സെനറിൽ നിന്നുണ്ടാവും. അപ്പോൾ സെനർ ഡയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുക, വാരക്ടർ ഡയോഡ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷനും ആപ്ലിക്കേഷനും പഠിക്കുക. പിന്നെ റെഗുലേറ്റഡ് പവർ സപ്ലൈ. അപ്പോൾ സെനർ എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പവർ സപ്ലൈ റെഗുലേറ്റർ യൂസിങ് 78XS സീരീസും 79XX സീരീസ് ഇൻ്റഗ്രേറ്റഡ് ICs ഒക്കെ പഠിക്കാം. ഇതിൻ്റെയൊക്കെ വാല്യൂസും, ഇപ്പോൾ 7812 എന്ന് പറഞ്ഞാൽ എത്ര വോൾട്ടേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ 78XS സീരീസും 79XS സീരീസ് ആണെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് സപ്ലൈ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ കമ്പോണൻസ്, ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നാലാമതെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ ബേസിക് കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നാലാമതാക്കിയത്. ശരിക്കും ഇത് ഫസ്റ്റ് പ്രിവിലേജ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. പക്ഷെ നമുക്ക് നാലാമത് ഇത് പഠിക്കാൻ വരുള്ളൂ, കാരണം ബേസിക്സ് കവർ ചെയ്താലേ ഇതിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർത്ത് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ഇതിന് കൊടുക്കണം, കാരണം ഇതിന് 20 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിനെല്ലാം കൂടി 26 മാർക്കായി. പ്ലസ് ഈ 20 കൂടെ ആകുമ്പോൾ നമ്മൾ 46 മാർക്കിന് ഇപ്പോൾ പഠിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റാണ് ഈ ഒരു 8ാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള മോഡ്യൂൾസ്, നേരത്തെ പറഞ്ഞ മോഡ്യൂൾസ് ഒക്കെ പഠിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? PN ജംഗ്ഷൻ ആദ്യത്തെ കുറച്ച് ABC എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്. 7th സെക്ഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് 7th നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത് കൺസ്ട്രക്ഷൻ, ട്രാൻസിസ്റ്ററിലേക്ക് വരും. ഇവിടെയാണ് ശരിക്കും നമ്മൾ ആക്റ്റീവിലേക്ക് കയറുന്നത്, ആക്റ്റീവ് കമ്പോണൻസിലേക്ക് കയറുന്നത്. ട്രാൻസിസ്റ്റേഴ്സ്, അതിൻ്റെ വർക്കിംഗ്, PNP ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ, പിന്നെ പർപ്പസ് ഓഫ് EBC, എമിറ്ററും ബേസും കളക്ടർ ടെർമിനൽസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, അവിടുത്തെ ഡോപ്പിംഗ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കാം. പിന്നെ ആൽഫ ബീറ്റ എന്താണ്, അതിൻ്റെ റിലേഷൻഷിപ്പ്. പിന്നെ വരുന്ന ബയസിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയസിങ് ഓഫ് ട്രാൻസിസ്റ്റർ, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ബയസിങ് ഉണ്ട്, അത് പല ടൈപ്പും പഠിക്കുക. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻസ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ദാറ്റ് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാം, ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം, എപ്പോഴൊക്കെയാണ് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുക, എപ്പോഴൊക്കെയാണ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുക എന്നൊക്കെ അറിഞ്ഞിരിക്കാം. പിന്നെ ട്രാൻസിസ്റ്റർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച് പഠിച്ച് അതിൻ്റെ ഓരോ ഏരിയാസിൻ്റെ സിഗ്നിഫിക്കൻസും അറിഞ്ഞിരിക്കുക. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയേഴ്സ്, RC കപ്പിൾഡ് ആംപ്ലിഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. പിന്നെ വോൾട്ടേജ് ഗെയിൻ, അതിൽ വോൾട്ടേജ് ഗെയിൻ അറിയാം. ഫീഡ്ബാക്ക്, പല ടൈപ്പ് ഫീഡ്ബാക്ക് ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, വോൾട്ടേജ് സീരീസ് ഷണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പിലുള്ള ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ ആ ഫീഡ്ബാക്കും അതിൻ്റെ ടൈപ്പും പഠിക്കാം. പിന്നെ ഇതിൻ്റെ ഒന്നും അനലറ്റിക്കൽ സ്കിൽസിലേക്കൊന്നും പോകണ്ട, നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഓറിയൻറ്റഡ് സ്റ്റഡി മാത്രം മതി. ഓക്കെ, ഇനി അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ്, ഓക്കെ, അതും പഠിക്കാം.
അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ ഡിയിൽ വരുന്നത്. ഇനി സെക്ഷൻ ഇ എന്ന് പറയുമ്പോൾ 555-ന്റെ സെക്ഷനാണ്. 555 യൂസ് ചെയ്ത് IC 555-ന്റെ ഓരോ ഒരു ബ്ലോക്ക് ഡയഗ്രാം, നമ്മുടെ പിൻ ഡയഗ്രാം ഒക്കെ ഇല്ലേ, അതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഫങ്ഷണൽ ഡിസ്ക്രിപ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ഓഫ് IC സച്ചസ് മോണോസ്റ്റേബിളിലും അസ്റ്റേബിളിലും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഉള്ളിലെ കോൺഫിഗറേഷനും അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഫങ്ഷനും അറിഞ്ഞിരിക്കണം. IC 555 വെച്ചിട്ടുള്ള അസ്റ്റേബിൾ മോണോസ്റ്റേബിൾ സർക്യൂട്ട്സ്. പിന്നെ ഒപ്പാമ്പ് IC 741 ഒപ്പാമ്പ് സർക്യൂട്ട്സിൽ ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഒപ്പാമ്പ് സർക്യൂട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഒപ്പാമ്പിൻ്റെയും IC 555-ൻ്റെയും അറിഞ്ഞിരിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. 20 മാർക്കിനാണ് ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് 9ാമത്തെ സെക്ഷൻ. 9ാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതും 20 മാർക്കിനാണ്. അടുത്ത വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കിനാണ്. വെയിറ്റേജ് 20 മാർക്കായത് കാരണം ഒരുപാട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം. അപ്പോൾ ഇച്ചിരി ടഫായിട്ടുള്ളൊരു പോർഷനാണ് എല്ലാവർക്കും ഇതെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഓരോ വേർഡായിട്ട് എടുത്ത് വെച്ച് ക്വസ്റ്റ്യൻസ് ഈസിയർ ആയിട്ടായിരിക്കും വരിക. അനലിറ്റിക്കൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലല്ലോ, നമുക്ക് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മോസ്ഫെറ്റ് എന്താണെന്ന് എടുക്കുക, ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒന്ന് ഗൂഗിളിലേക്ക് ഒന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ഒരുപാട് കിട്ടും, കൺസെപ്റ്റ് നന്നായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കണ്ടെങ്കിലും മനസ്സിലാക്കുക മോസ്ഫെറ്റിൻ്റെ ഓരോ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഓരോ ടെർമിനൽസിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്താണ്, എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അത് യൂണിപോളർ ആണോ ബൈപോളർ ആണോ, അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ IGBT ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ, SCR, ട്രയക്, ഡയക്, UJT. അപ്പോൾ ഇത്രയും പറയുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി ബിയിൽ പറയുന്നത് സെൻസേഴ്സ് യൂസ്ഡ് ഇൻ പ്രോസസ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് RTDs എന്താണെന്നറിയാം. പിന്നെ തെർമോകപ്പിൾസ്, പ്രോക്സിമിറ്റി സ്വിച്ചസ്. ഓക്കെ, അതിൽ ഇൻഡക്റ്റീവും കപ്പാസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക്കുമാണ് പറയുന്നുണ്ട്. പിന്നെ ലോഡ് സെൽസ്, സ്ട്രെയിൻ ഗേജ്, LVDT. അപ്പോൾ ഇങ്ങനെ കുറേ കുഞ്ഞു ടോപ്പിക്കുകളാണ്. ഇതൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. എന്നിരുന്നാലും അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഗൂഗിളിലെങ്കിലും സെർച്ച് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് കുറേ സൈറ്റുകളുണ്ടാവും ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ എടുക്കരുത്, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഇനി C എന്ന് പറയുന്നത് ഇൻവേർട്ടറാണ്. ഓക്കെ, അതിൽ വർക്കിംഗ് പഠിക്കുക ഇൻവേർട്ടറിന്. പിന്നെ ഓപ്പറേഷൻ പഠിക്കുക. ബ്ലോക്ക് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, ബ്ലോക്ക് ഡയഗ്രാം. പിന്നെ പവർ റേറ്റിംഗ്, ചേഞ്ച് ഓവർ പീരീഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അൺഇൻറ്ററപ്റ്റഡ് പവർ UPSൻ്റെ കാര്യങ്ങളും ഇതുപോലെ പഠിക്കുക. ടൈപ്സ് ഓഫ് UPS, ഓൺലൈൻ ഓഫ്ലൈൻ UPS എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് CSE സ്ഥിരം ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ലൈൻ ഇൻറ്ററാക്റ്റീവ് UPS ആൻഡ് ദെയർ കമ്പാരിസൺ. അപ്പോൾ UPSും ഇൻവേർട്ടറുമാണ് C സെക്ഷനിൽ പറയുന്നത്. പിന്നെ D എന്ന് പറയുമ്പോൾ സോളാർ സെക്ഷനാണ്. അതിൽ സോളാർ എനർജി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോളാർ എനർജി ആസ് എ റിന്യൂവബിൾ സോഴ്സ്. പിന്നെ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സോളാർ സെൽസ്, പ്രിൻസിപ്പിൾ ഓഫ് കൺവേർഷൻ ഓഫ് സോളാർ ലൈറ്റ് ഇൻറ്റു ഇലക്ട്രിസിറ്റി, ബേസിക്സ് ഓഫ് ഫോട്ടോ വോൾട്ടായിക് സെൽസ്, മോഡ്യൂൾ, പാനൽ ആൻഡ് അറേ. അപ്പോൾ ഇത്രയുമാണ് സോളാർ എനർജിയുടെ സംബന്ധിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതും 20 മാർക്കിനായത് കാരണം വെയിറ്റേജ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റേജ് 20 മാർക്കിന് 2 സെക്ഷൻസ് ഉണ്ട്. ആ 2 സെക്ഷൻസ്, അതായത് ആക്റ്റീവ് PN ജംഗ്ഷൻ, അതുപോലെ ട്രാൻസിസ്റ്റർ സെക്ഷൻ, ആ ഒരു സെക്ഷൻ 8ാമത്തെ സെക്ഷനും പിന്നെ 9ാമത്തെ സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ 3 സെക്ഷനിൽ നിന്ന് നമുക്ക് 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ആദ്യം നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഇത് 3 ആണെങ്കിലും ഞാൻ ആദ്യം 2-3 സെഷൻസ് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ കവർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് PN ജംഗ്ഷൻ ഡയോഡും ട്രാൻസിസ്റ്ററും ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ 10ാമത്തെ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. ഇതിന് വേറെ ഒന്നും ഡിപ്പെൻഡൻസി ഇല്ല. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയത് കാരണം 10ാമത്തെ ടോപ്പിക്കിന് 20 മാർക്കാണ് വെയിറ്റേജ് എന്നതുള്ളത് കാരണം ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് കവർ ചെയ്യാം. ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് കവർ ചെയ്യാം. എങ്ങനെ, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. ഓക്കെ, വെയിറ്റേജ് ഇതിനും 20 മാർക്കിനാണ്. അതായത് 8, 9, 10 സെക്ഷൻ എന്ന് പറയുമ്പോൾ വെയിറ്റേജ് 20, 20, 40, 60 മാർക്കിനാണ് ഇത്രയും സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ 10ാമത്തെയും 9ാമത്തെയും സെക്ഷൻ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആയത് കാരണം നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ 8ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ബേസിക്സ് കുറേ പോർഷൻസ് ഒരു 2-3 മോഡ്യൂൾസ് അല്ലാണ്ട് തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ.
അപ്പോൾ 8ാമത്തെ സെക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും അവസാനം പഠിക്കുക, ഈ 9, 10 എന്ന് പറയുന്നത് ആദ്യം പഠിച്ചു തീർക്കുക. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെന്റൽസ്, മൈക്രോ കൺട്രോളർ, ഇത്രയും കൂടെയാണ് 20 മാർക്കിന് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന സെക്ഷൻ എന്താണ്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അതിൽ അനലോഗും ഡിജിറ്റൽ സിഗ്നൽസിന്റെയും ഡിഫറൻസ് ആണ് ആദ്യം പറയുന്നത്. എന്താണ് അനലോഗ് സിഗ്നൽ, എന്താണ് ഡിജിറ്റൽ സിഗ്നൽ, എന്തിനാണ് ഡിജിറ്റൽ സിഗ്നലിലേക്ക് നമ്മൾ വന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. പിന്നെ ലോജിക് ഫാമിലീസ്, അതിന്റെ കമ്പാരിസൺ, ലോജിക്, ഈ TTL, CMOS എന്ന് പറഞ്ഞ ലോജിക് ലെവൽസ് ഒക്കെ അറിഞ്ഞിരിക്കാം. പിന്നെ നമ്പർ സിസ്റ്റം ആണ് ആദ്യം തൊട്ട് പഠിക്കുക തന്നെ വേണം. നമ്പർ സിസ്റ്റത്തിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട്? ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഇതിന്റെയൊക്കെ കൺവേർഷൻ അറിഞ്ഞിരിക്കുക. ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഒക്ടൽ, ഒക്ടൽ ടു ബൈനറി, അതുപോലെ ബൈനറി ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ, അങ്ങനെ പല ടൈപ്പിലുള്ള കൺവേർഷൻസ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കാം. പിന്നെ വരുന്നത് BCD കോഡാണ്, ബൈനറി കോഡഡ് ഡെസിമൽ, പിന്നെ ആസ്കി കോഡ്, അതിൻ്റെ കൺവേർഷൻ, പിന്നെ വേരിയസ് ലോജിക് ഗേറ്റ്സ്, ട്രൂത്ത് ടേബിൾസ്, ആൻഡ്, ഓർ, നോർ, നാൻഡ് ഒക്കെ ഇല്ലേ, അത് അങ്ങനത്തെ ലോജിക് ഗേറ്റ്സിൻ്റെയും ട്രൂത്ത് ടേബിൾ. പിന്നെ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് സജസ് ഹാഫ് ആഡർ, ഫുൾ ആഡർ, പിന്നെ അതിൻ്റെയും ട്രൂത്ത് ടേബിൾ ഒക്കെ പഠിക്കണം. പിന്നെ എന്താ, കൺസെപ്റ്റ് ഓഫ് എൻകോഡർ, ഡികോഡർ, മക്സ്, ഡിമക്സ്, SR ലാച്ച്, ഗേറ്റഡ് SR ലാച്ച്, ഡി ലാച്ച്, ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഓക്കെ ആദ്യം ലാച്ചസ് പഠിക്കുക. പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അതിൽ RS ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് എല്ലാം ഉണ്ട്, JK, T, മാസ്റ്റർ സ്ലേവ്, ഇത്രയും. പിന്നെ വരുന്നത് കൗണ്ടേഴ്സ് ടൈപ്സ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്ന പോർഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആണ്. അത് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ ഡെസ്ക്ടോപ്പ്, മദർ ബോർഡ്, അതിന്റെ കമ്പോണൻസ് അറിഞ്ഞിരിക്കുക. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്താണെന്നറിയാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതിൻ്റെയൊക്കെ വർക്കിംഗ് അറിഞ്ഞിരിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് അറിഞ്ഞിരിക്കാം. HDD, DVD, പിന്നെ ഇന്റർനെറ്റിന്റെ കൺസെപ്റ്റ്സ്, ബ്രൗസേഴ്സ്, വെബ്സൈറ്റ്സ്, പിന്നെ സെർച്ച് എഞ്ചിൻ, ഇമെയിൽ, നെറ്റ്വർക്ക് കമ്പോണൻസ് ലൈക്ക് ഹബ്, ഇപ്പം നെറ്റ്വർക്ക് കണക്ഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഹബ് എന്താണ്, ഈതർനെറ്റ് എന്താണ്, സ്വിച്ച്, റൗട്ടർ, NIC കാർഡ്സ്, കണക്ടേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും PSC ചോദിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് വായിച്ചിരുന്നാൽ കൂടെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഗ്രേഡ് 2 ആണ്, എന്തായാലും ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആയത് കാരണം തന്നെ ആ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എക്സ്പെക്ട് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെന്റൽസിൽ റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ, നീഡ് ഫോർ മോഡുലേഷൻ, പിന്നെ ടൈപ്സ് ഓഫ് മോഡുലേഷൻ, അതിൽ AM ഉം FM ഉം PM ഉം പഠിക്കണം. പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ പൾസ് കോഡ് മോഡുലേഷൻ, പൾസ് വിഡ്ത്തും പൾസ് പൊസിഷൻ മോഡുലേഷനും പഠിക്കാം. ഇനി ലാസ്റ്റ് സെക്ഷൻ ആണ് മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള ഡിഫറൻസ് 8051 മൈക്രോ കൺട്രോളറിനെ കുറിച്ച് പഠിക്കുക. അതിൽ ആർക്കിടെക്ചറും പിൻ ഡീറ്റെയിൽസും ആണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്താണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ, പിന്നെന്താ കമ്മ്യൂണിക്കേഷനും മൈക്രോ കൺട്രോളറും, ഇത്രയും കൂടെയാണ് 20 മാർക്കിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തം 100 മാർക്കിന്റെ ഡിവിഷൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കണ്ട് പഠിക്കുക. ഒരു ബുക്ക് എടുക്കുക, ഏത് സെക്ഷൻ ആദ്യം പഠിക്കണം എന്നുള്ള ഐഡിയ ഉണ്ടാക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഓരോ പോർഷനായിട്ട് കട്ട് ചെയ്യുക. പഠിക്കേണ്ട ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കുക ആദ്യം, അത് ഫുൾ കവർ ചെയ്യുക. അടുത്ത സെക്ഷൻ ഏതാണെന്ന് എടുക്കുക, കവർ ചെയ്യുക. ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഹൈ മാർക്സ് ആയിരിക്കും എന്തായാലും ഇതിനുണ്ടാവുക. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഇതിൽ വരിക. അധികം വലിയ വലിയ പ്രോബ്ലംസോ ടഫ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസോ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് PSC അതിൻ്റെ അവസാനം കൊടുത്തിട്ടുമുണ്ട് ഈ ഒരു പോർഷൻസിൽ നിന്നല്ലാതെ പ്രത്യേകിച്ചുള്ള ഈ ഒരു തസ്തികയ്ക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നാലും നമ്മൾ ഈ സിലബസ് പഠിച്ചാൽ മതി, എല്ലാ കുട്ടികളും അത് തന്നെ പഠിക്കുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ
നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇത് ഇൻഫർമേഷൻ ആവട്ടെ. എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് കിട്ടുവാണെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സജഷൻസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.